48 മണിക്കൂർ സമയം അതിനുള്ളിൽ കോൺഗ്രസ് ബോംബ് പൊട്ടിച്ചിരിക്കുമെന്നാണ് സതീശൻ പറയുന്നത്. ഇത് തന്നെയാണ് ഇന്നലെ സന്ദീപ് വാര്യരും പ്രസംഗത്തിൽ അവസാന ഭാഗം പറഞ്ഞത്. 48 മണിക്കൂറിനുള്ളിൽ CPIMകാർ ഇക്കാര്യത്തിൽ അധികം കളിക്കരുത് എന്നും വൈകാതെ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വരുമെന്നും സതീശൻ പറയുകയാണ്. CPIMകാർ അധികം കളിക്കരുത്, ഇക്കാര്യത്തിൽ കേരളം ഞെട്ടിപ്പോകും, വലിയ താമസമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ, തെരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ എന്നാണ് സതീശൻ പറഞ്ഞു വെച്ചത്. കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാൻ BJP എത്തിച്ച കാളയെ ഉപേക്ഷിക്കരുത് എന്നും വൈകാതെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തുവാൻ ആവശ്യം വരുമെന്നുമാണ് VD സതീശൻ വിമർശിച്ചത്. BJPക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തിയ കാളയെ കളയരുത്, പാർട്ടി ഓഫീസിന് മുറ്റത്ത് കെട്ടിയിടണം, അടുത്ത ദിവസങ്ങളിൽ ആവശ്യം വരും. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നും സതീശൻ ഉറപ്പിച്ചു പറയുകയാണ്. സതീശൻ പറഞ്ഞത് ഒന്നും വെറുതെ ആയിരുന്നില്ല, കാത്തിരുന്നോളൂ എന്നാണ് സതീശൻ പറഞ്ഞു വെച്ചത്. CPIM നടത്തുന്ന പ്രതിഷേധം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ ആരോപണത്തിൽ മറുപടിയില്ലായെന്നും കേരളത്തിലെ CPIM നേതാക്കന്മാർ രാജേഷ് കൃഷ്ണ ഹവാല പണം കൊടുത്ത് എന്ന ആരോപണം ഉയർന്നിരുന്നു. അത് ചർച്ച ചെയ്തില്ല, മറച്ചുവെച്ചു. രാഹുലിനെതിരെ കോൺഗ്രസ് സംഘടനാപരമായ നടപടി സ്വീകരിച്ചു എന്നും ലൈംഗിക ആരോപണ കേസിൽ പ്രതികളായ മന്ത്രിമാരെ ആദ്യം പുറത്താക്കുമെന്നും സതീശൻ പറഞ്ഞു വെക്കുകയാണ്. റേപ്പ് കേസ് പ്രതി അവിടെ ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ അങ്ങോട്ട് ലൈംഗിക ആരോപണ കേസിൽ പ്രതികളുണ്ടെന്നും VD സതീശൻ മുഖമടച്ചു കൊടുക്കുകയാണ്. മുഖം നോക്കാതെ ഹൃദയവേദനയോടെ സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തു, മറ്റൊരു പാർട്ടിയും ഇങ്ങനെ നടപടിയെടുക്കില്ല എന്നും സതീശൻ പറയുകയാണ്. സ്ത്രീകളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനാണ് നടപടിയെടുത്തത്. കേരളത്തിലെ ജനങ്ങൾ ഈ നടപടി ആദരവോടെ കാണും, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാകുമെന്ന് സതീശൻ പറയുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറിയും അവരെ അധിക്ഷേപിച്ചതിൽ മനംനൊന്നാണ് അവരെ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് അവരുടെ ഭർത്താവും മകളും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി പോലും എടുക്കാൻ തയ്യാറല്ല. അത് അന്വേഷിച്ചിട്ട് മൊഴിയെടുക്കുക. അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത്? പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല. CPM ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. നിങ്ങളെന്താ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളവരെ അധിക്ഷേപിക്കുക? എന്തൊരു പാർട്ടിയാണിത്? എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം, ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, GST വകുപ്പിനെതിരായി വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വരികയാണ്. വ്യാപകമായി വലിയ അഴിമതി ആരോപണങ്ങൾ വരികയാണ്. ഇപ്പോൾ ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം മേടിക്കാൻ ഒന്നിലധികം സംഭവങ്ങളാണ് വരുന്നത്. വരാനിരിക്കുന്ന ദിവസം GST വകുപ്പിൽ നടക്കുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണ്, വരാൻ പോകുന്ന അഴിമതി കഥകളുടെ തുടക്കമാണ് ഈ കാസർഗോഡത്തെ ആ കേസ്, ആ കമ്പനിയുടെ കേസ്. വ്യാപകമായ അഴിമതി ദല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് GST ഇന്റലിജൻസിന്റെ പേര്. CPM അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ തലപ്പത്ത്, പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ്. അവർ പണം സമ്പാദിക്കുകയാണ്. GST വെച്ചിട്ട് GST കേരളത്തിൽ പരിതാപകരമായ അവസ്ഥയിലാണ്. GST ഭരണം തന്നെ, ടാക്സ് നികുതി ഭരണം തന്നെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുക. അവിടെയാണ് ഈ സർക്കാരിലേക്ക് കിട്ടേണ്ട പണം ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിച്ച് കോടികളാണ്. ഒരുപാട് കഥകൾ വരാൻ പോവാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കരിയോയിൽ കമ്പനി. അവരെനിക്കും മെയിൽ അയച്ചിട്ടുണ്ട്, എനിക്കും പരാതി തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായ തെളിവുകൾ. ഒരു പണം ഇടനിലക്കാരന് പണം കൊടുത്തതും ഇടനിലക്കാരൻ ഈ ഓഫീസർക്ക് ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതുകൊണ്ട്, അപ്പൊ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് GSTയിൽ വലിയ അഴിമതി നടക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് GSTയിൽ നടക്കുന്ന അഴിമതി. അല്ല, അവരെ ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ്. പൊതുയോഗം നടത്തി ആ സ്ത്രീയെ, ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവർ ആത്മഹത്യ. ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത്. ഇതിന്റെ പേരിൽ അന്വേഷണം നടത്തണം, മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം. കുടുംബത്തിന്റെ മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ മീറ്റിംഗിലെ റെക്കോർഡുകളുണ്ട്, അത് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ടും മാത്രമേ ഒരു പൊതുയോഗം നടത്തുക. ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല, CPMകാർക്ക് കാശ് കൊടുക്കാനില്ല. അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്.
അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോണെല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ്. എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും? കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അപ്പൊ അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ ചെയ്തത്. ആവശ്യപ്പെട്ടുകൊണ്ട് CPM തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയാണ്. കണ്ണൂരിന്റെ ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നു. ആത്മാഭിമാന സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് CPM നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ME ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു. അതിന് മറുപടിയില്ല. CPM നേതാക്കന്മാർക്ക്, ഒരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആള് അവിടെ ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്കി. ആ MLA മാരുടെ റേപ്പ് കേസിൽ പ്രതിയായ MLA രാജിവെക്കാൻ പറ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് ME ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ്. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. എല്ലാവരും ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാലത്ത്. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കൂ, ഇല്ല താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല, വെച്ചോ. അല്ലല്ല, ഓക്കെ. ഇലക്ഷനൊക്കെ എത്ര ദിവസം? അല്ല, ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. അത്ര ദിവസം ഒന്നും പോകാൻ പാടില്ല. അല്ല, നോക്കാം അല്ലെ, നോക്കാം. അല്ല, വിളിക്കണമല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന് മുതലാണ് CPM-ന് ശബരിമലയോട് ഈ പ്രേമമുണ്ടായത്. അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പൊ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ കൂടി ഒരുമിച്ച് നടത്തട്ടെ. ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ. ഒരുമിച്ച് നടത്തട്ടെ. നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ BJP-ക്ക്, ഈ CPM-ന് സംഭവിക്കും. ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഒരു പരിപാടി പത്രത്തിൽ വായിച്ചത് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ആ വിഷയം ക്ലോസ്ഡ് ആണ്.
ഞങ്ങൾ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിന്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് KPC പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത്. അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുക. ചാൻസ് കിട്ടൂല. ഇനി പത്രസമ്മേളനം നടത്തിയാലും ആകെ 5 ചോദ്യമുള്ളൂ. അത് ഈ കൈരളിയും ദേശാഭിമാനും കൂടി ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല. എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ, അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ സമരം തുടരണം, അവർ തുടരട്ടെ. കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോടുകൂടി നോക്കിക്കാണുക. ഞങ്ങളെ എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, വളരെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു. ഇപ്പൊ ചോദ്യങ്ങളെല്ലാം ഇനി ഞങ്ങളോടല്ല, ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലായോ ഒരു IAS കാരിയായ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ച ആളിപ്പം മന്ത്രിയായിരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽപ്പെട്ടാലും മന്ത്രിയായിരിക്കുകയാണ്. അതിന് യാതൊരു ഉളുപ്പില്ല. എന്നിട്ട് പ്രകടനം നടത്തുക. മനസ്സിലായില്ലേ? അല്ല, ഞങ്ങൾ വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്.